السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ രചിച്ച അൽ ആദാബുൽ അശറ 10 ഇസ്ലാമിക മര്യാദകൾ എന്ന കൊച്ചു കൃതിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കേണ്ട വളരെ മഹത്തരമായ മര്യാദകളാണ് അദ്ദേഹം ഈ കിതാബിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അദബുസ്സലാം, സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട മര്യാദകൾ. രണ്ടാമത്തേത് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ, സമ്മതം ചോദിക്കൽ. മൂന്നാമത്തേത് അദബു ത്വആം, ഭക്ഷണ മര്യാദ. നാലാമത്തേത് അദബുൽ കലാം, സംസാര മര്യാദ. അഞ്ചാമത്തേത് അദബു നൗം, ഉറക്കവുമായി ബന്ധപ്പെട്ട മര്യാദ. ഇങ്ങനെ 5 മര്യാദകൾ അൽഹംദുലില്ലാ മനസ്സിലാക്കുവാൻ സാധിച്ചു. ആറാമത്തേത് കഴിഞ്ഞ ദർസിൽ വായിച്ചിരുന്നു, അദബുൽ ഉതാസ് അഥവാ തുമ്മലുമായി ബന്ധപ്പെട്ട മര്യാദകളാണ്. തുമ്മുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള കാര്യമാണ്. മാത്രമല്ല, തുമ്മലിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മലിനെ ഇഷ്ടപ്പെടുന്നു. അതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. അഥവാ തുമ്മുക എന്നത് യാദൃശ്ചികമായി, സ്വാഭാവികമായി തുമ്മുക എന്നുള്ളത് ശരീരത്തിന് ഉന്മേഷം വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. തുമ്മുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ശൈഖ് പറയുന്നു. ഇദാ അതസ്ത ഫഗത്തി വജ്ഹക ബിയദിക ഔ ബിസൗബിക്, നീ തുമ്മുകയാണെങ്കിൽ നിന്റെ മുഖം നിന്റെ കൈ കൊണ്ടോ നിന്റെ തുണി കൊണ്ടോ അതല്ലെങ്കിൽ വസ്ത്രം കൊണ്ടോ പൊത്തിപ്പിടിക്കുക, മറച്ചു പിടിക്കുക. വഹ്മദില്ലാ, അള്ളാഹുവിനെ നീ സ്തുതിക്കുകയും ചെയ്യുക. വഇൻ ശമ്മതക അഹദുൻ ഫഖാല യർഹമുകല്ലാഹ്, നീ തുമ്മിയതിനു ശേഷം അൽഹംദുലില്ലാ എന്നു പറയുന്നത് കേട്ടപ്പോൾ ഒരാൾ നിനക്ക് വേണ്ടി തശ്മീത്ത് ചെയ്തു, അഥവാ യർഹമുകല്ലാ എന്ന് പറഞ്ഞു എങ്കിൽ ഫഖുൽ, നീ പറയുക യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. ഇതാണ് ശൈഖ് സൂചിപ്പിച്ച കാര്യങ്ങൾ. 4 മസ്അലകളാണ്, 4 കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഒന്നാമത്തേത്, തുമ്മുന്ന സന്ദർഭത്തിൽ മുഖം കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ പൊത്തിവെക്കുക, മറച്ചു പിടിക്കുക. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞത് 2 ഹിക്മത്തുകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന്, തുമ്മുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യനിൽ നിന്നും വല്ല രോഗാണുക്കളും പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം, മൂക്കിൽ നിന്ന് അതല്ലെങ്കിൽ വായയിൽ നിന്ന് തുമ്മുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. 2 രൂപത്തിലായാലും അതിനെ തടഞ്ഞു വെക്കുക, അത് മറച്ചു പിടിക്കുക എന്നുള്ളത് മര്യാദയിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ആ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വന്ന ഹദീസിൽ നമുക്ക് കാണാം, കാന ഇദാ അതസ ഗത്ത വജ്ഹഹു ബിയദിഹി ഔ ബിസൗബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മുകയാണെങ്കിൽ അവിടുത്തെ കൈ കൊണ്ടോ അതല്ലെങ്കിൽ അവിടുത്തെ തുണി കൊണ്ടോ വസ്ത്രം കൊണ്ടോ
അവിടുത്തെ മുഖം പൊത്തിവെക്കാറുണ്ടായിരുന്നു, മറച്ചുപിടിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം താഴ്ത്തുകയും ചെയ്യുമായിരുന്നു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദയിൽപ്പെട്ടതാണ്, അവിടുന്ന് ചെയ്ത് കാണിച്ചു തന്ന ചര്യയിൽപ്പെട്ടതാണ്. പുതുതായി ആരെങ്കിലും കൊണ്ടുവന്നതോ കണ്ടുപിടിച്ചതോ അല്ല, മറിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. കൈകൊണ്ട് അതല്ലെങ്കിൽ തുണി കൊണ്ട് മുഖം പൊത്തിപ്പിടിക്കുക, മറച്ചു പിടിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ മസ്അല ഷെയ്ഖ് പറഞ്ഞു, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ, അഥവാ നമ്മളങ്ങനെ തുമ്മിക്കഴിഞ്ഞാൽ, വഹ്മദില്ല, അള്ളാഹുവിനെ സ്തുതിക്കണം. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതസ അഹദുക്കും ഫല്യഖുൽ അൽഹംദുലില്ലാ, നിങ്ങളിൽ ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അൽഹംദുലില്ലാ എന്ന് പറയണം, അഥവാ അള്ളാഹുവിനെ സ്തുതിക്കണം എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ചില റിവായത്തുകളിൽ കാണാം, ചിലപ്പോൾ നമ്മൾ പുതുതായി കേൾക്കുന്നതായിരിക്കാം, അൽഹംദുലില്ലാ എന്നതിന് പുറമെ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞതായി കാണാം. ഇമാം അബൂദാവൂദിൻ്റെ സുനനിലും അതുപോലെ ഇമാം അത്തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിലും വന്ന ഒരു റിവായത്തിൽ അങ്ങനെ കാണാം, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, തുമ്മിക്കഴിഞ്ഞാൽ അങ്ങനെ പറയാവുന്നതാണ്. വേറെ ഒരു റിവായത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും വന്നിട്ടുണ്ട്. അദബുൽ മുഫ്രദ്, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയുടെ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ വന്ന ഒരു റിവായത്തിൽ അങ്ങനെ കാണാം. അതിൻ്റെ സനദിനെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ എന്നു പറയലാണ് അവിടുത്തെ ഉദ്ദേശം. അള്ളാഹുവിനെ സ്തുതിക്കുക എന്നതാണ് ആ സ്ഥലത്ത് പറയേണ്ടത്, ചൊല്ലേണ്ടത്. മൂന്നാമത്തെ മസ്അല, വഇൻ ശമ്മതക അഹദുൻ, ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നയാൾ ഈ വ്യക്തിക്ക് വേണ്ടി തശ്മീത്ത് പറയുക എന്നാണ് അതിന് പറയുക. എന്താണ് പറയേണ്ടത്? യർഹമുക്കല്ലാ എന്ന് പറയണം. ഇപ്പം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാകുന്നു സർവ സ്തുതിയും. ഇത് തുമ്മിയ ഒരു മനുഷ്യൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾ യർഹമുക്കല്ലാ എന്ന് പറയണം. യർഹമുക്കല്ലാ, അള്ളാഹു തആല നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്കുണ്ടാവട്ടെ എന്ന് കേൾക്കുന്ന ആൾ പറയണം. അപ്പം അവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതായി നമുക്ക് കാണാം. ഒരാൾ തുമ്മി എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല, അപ്പം അയാളെ അൽഹംദുലില്ലാ എന്ന് പറയിക്കാൻ ഓർമ്മപ്പെടുത്താൻ പാടുണ്ടോ? ഓർമ്മപ്പെടുത്താവുന്നതാണ്, ഓർമ്മപ്പെടുത്തണം എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ കൂടെയുള്ള അടുത്തുള്ള ആൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല, അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ അയാളോട് പറയാം. എന്നിട്ട് നമുക്ക് തശ്മീത്ത് ചെയ്യാം. യർഹമുക്കല്ലാ, യർഹമുക്കല്ലാ എന്ന് പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ സമിഅഹു അൻ യുശമ്മിതഹു. തുമ്മിയ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമാണ് തശ്മീത്ത് പറയൽ, അഥവാ യർഹമുക്കല്ലാ എന്ന് പറയൽ. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 5 ബാധ്യതകളുണ്ട്. ഒന്ന് റദ്ദുസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം മടക്കണം, അത് നിർബന്ധ ബാധ്യതയാണ്. വഇയാദത്തുൽ മരീദ്, ഒരു മുസ്ലിം രോഗിയായാൽ സന്ദർശിക്കാൻ പോവുക എന്നുള്ളത് ബാധ്യതയിൽപ്പെട്ടതാണ്. വത്തിബാഉൽ ജനായിസ്, ഒരു മുസ്ലിമിൻ്റെ ജനാസയെ അനുഗമിക്കൽ ആ മുസ്ലിമിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. വഇജാബത്തു ദഅവ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. വതശ്മീതുൽ ആതിസ്, അഞ്ചാമത്തേത് തുമ്മിയ ഒരു മനുഷ്യന് വേണ്ടി തശ്മീത്ത് പറയൽ, അഥവാ യർഹമുക്കല്ലാ എന്ന് പറയൽ
നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇർഹമുക്കല്ലാ എന്ന് പറയാൻ നമ്മൾ വിട്ടുപോകരുത്. നമ്മളത് ആ മഹത്തായ സുന്നത്ത്, ആ കർമ്മം, ആ ഇബാദത്ത് നടപ്പിലാക്കണം. അത് നമ്മുടെ സഹോദരങ്ങളോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, നേരത്തെ അതിൻ്റെ ഒരു ഭാഗം വായിച്ചിരുന്നു. ഇദാ അതസ അഹദുക്കും ഫല്യഖുൽ അൽഹംദുലില്ലാ. നിങ്ങളിൽ ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. വല്യഖുൽ ലഹു അഖൂഹു ഔ സാഹിബുഹു. അയാളുടെ സഹോദരൻ അതല്ലെങ്കിൽ കൂടെയുള്ള ആൾ അയാൾക്ക് വേണ്ടി പറഞ്ഞുകൊള്ളട്ടെ, യർഹമുക്കല്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്കുണ്ടാവട്ടെ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ് കൂടെയുള്ള കൂട്ടുകാരനായ സഹോദരനായ മനുഷ്യനോട് ഈ തുമ്മിയ വ്യക്തിക്ക് വേണ്ടി യർഹമുക്കല്ലാ എന്ന് പറയാൻ. ഇനി ഒരാൾ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, ഒരാൾ ഒരു നിലക്കും പറഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇർഹമുക്കല്ലാ എന്ന് മാത്രം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അഅതസ റജുലാനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് തുമ്മുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒരാൾക്ക് വേണ്ടി തശ്മീത്ത് ചെയ്തു, മറ്റേ ആൾക്ക് വേണ്ടി തശ്മീത്ത് ചെയ്തില്ല. ഫഖീല ലഹു, ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഹാദാ ഹമിദല്ലാഹ് വഹാദാ ലം യഹ്മദില്ലാ. രണ്ടിൽ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അയാൾക്ക് വേണ്ടി ഇർഹമുക്കല്ലാ എന്ന് പറയുകയുണ്ടായി. മറ്റേ ആൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് അയാൾക്ക് വേണ്ടി തശ്മീത്ത് ചെയ്തില്ല. അപ്പോൾ ഒരാൾ തുമ്മി എന്നിട്ട് മിണ്ടാതിരുന്നു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ല, നമ്മുടെ വക ഇർഹമുക്കല്ലാ എന്ന് മാത്രം പറയേണ്ടതില്ല. ഇതൊക്കെ മസ്അലകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന റിവായത്തുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റൊരു മസ്അല നമുക്ക് കാണാം, ഒരാൾ ധാരാളമായി തുമ്മുകയാണ്, ഒരാൾ ധാരാളമായി തുമ്മുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുശമ്മിത്തുൽ ആതിസു സലാസൻ. 3 തവണ തുമ്മിയ മനുഷ്യന് വേണ്ടി തശ്മീത്ത് പറയാം. ഒരാൾ ആദ്യം തുമ്മി, അൽഹംദുലില്ലാ എന്ന് അയാൾ പറഞ്ഞു, ഇർഹമുക്കല്ലാ എന്ന് നമുക്ക് പറയാം. രണ്ടാമതും തുമ്മി, അൽഹംദുലില്ലാ എന്ന് അയാൾ പറഞ്ഞു, നമുക്ക് ഇർഹമുക്കല്ലാ എന്ന് പറയാം. മൂന്നാമതും തുമ്മി, അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, നമുക്ക് ഇർഹമുക്കല്ലാ എന്ന് പറയാം. ഫമാ സാദ, 3ൽ അധികരിച്ച് അയാൾ തുമ്മുകയാണെങ്കിൽ ഫഹുവ മസ്കൂം, അയാൾക്ക് ജലദോഷമോ അലർജിയോ പോലെയുള്ള അസുഖം ബാധിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ തശ്മീത്ത് പറയേണ്ടതില്ല എന്ന് കാണാം. അപ്പം അയാൾക്ക് വേണ്ടി അള്ളാഹു നിനക്ക് ശിഫാ നൽകട്ടെ എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം എന്ന് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഷഫാക്കല്ലാ, അള്ളാഹു നിനക്ക് ശിഫാ നൽകട്ടെ എന്ന് പറയാം. അപ്പോൾ അലർജിയൊക്കെ ഉണ്ടായാൽ ഒരുപാട് തവണ തുമ്മും, ആവർത്തിച്ച് 3ലും 10ലൊന്നും നിൽക്കുകയില്ല, ഒരേ തുമ്മലായിരിക്കും. അപ്പം അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ മസ്അലകളാണ്. 4ാമത്തെ മസ്അല ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ചു, ഒരാൾ ഇർഹമുക്കല്ലാ എന്ന് തുമ്മിയ ആൾക്ക് വേണ്ടി അഥവാ നമുക്ക് വേണ്ടി പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, ഫഖുൽ, നമ്മൾ പറയണം, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. യഹ്ദീകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കട്ടെ. വയുസ്ലിഹു ബാലക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കി തരികയും ചെയ്യട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വഇദാ ഖാല ലഹു യർഹമുക്കല്ലാഹ് ഫല്യഖുൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. തുമ്മിയ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കേട്ട ആൾ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ, തുമ്മിയ ആൾ ഈ ആൾക്ക് വേണ്ടി, തശ്മീത്ത് ചെയ്ത ആൾക്ക് വേണ്ടി, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് തിരിച്ചു പ്രാർത്ഥിക്കണം, തിരിച്ചു പറയണം. ഒരു കാഫിറായ മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനാണ് അള്ളാഹുവിനെ സ്തുതിച്ചത് എന്ന് വിചാരിക്കുക. ഒരു മുസ്ലിം അല്ലാത്ത
കാഫിറായ മനുഷ്യൻ ഇസ്ലാമിക നാടുകളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ അറിയാം. ഇപ്പോൾ സലാം പറയും, അൽഹംദുലില്ലാ എന്ന് പറയും, അറബി സംസാരിക്കും. അപ്പം അങ്ങനെ ശീലമായി പോയ ചില ആളുകളുണ്ടാകും. അത്തരക്കാർ മുസ്ലിമീങ്ങളല്ലാത്ത ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചു പറയേണ്ടത്? യർഹമുക്കല്ലാ എന്ന് പറയരുത്. മറിച്ച് ഹദീസിൽ കാണാം, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, കാനൽ യഹൂദു യതആതസൂന ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യർജൂന അൻ യഖൂല ലഹും യർഹമുകുമുല്ലാഹ്. യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് തുമ്മാറുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അള്ളാഹുവേ നീ കാരുണ്യം ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ചു കിട്ടാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി യഹൂദികൾ അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ടായിരുന്നു തുമ്മിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച്. ഫയഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കി തരട്ടെ. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇതാണ് പറയേണ്ടത്. യർഹമുക്കല്ലാ എന്ന് പറയാൻ നമുക്ക് മാതൃകയില്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പഠിപ്പിച്ചത്. അവിടെ യർഹമുക്കല്ലാ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അവിടുന്നത് പറയുമായിരുന്നു, പക്ഷേ അവിടുന്നത് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും, അല്ലെങ്കിൽ യഹ്ദീകുമുല്ലാഹ് അതാണ് പറഞ്ഞ് നിർത്തേണ്ടത്. ഇതാണ് സഹോദരങ്ങളെ 4 മസ്അലകളാണ് ഷെയ്ഖ് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, മുഖം മറച്ചു പിടിക്കുക, പൊത്തിപ്പിടിക്കുക. രണ്ടാമത്തത് അൽഹംദുലില്ലാ എന്ന് തുമ്മിയയാൾ പറയുക. മൂന്നാമത്തത് കേൾക്കുന്നയാൾ ഇർഹമുക്കല്ലാ എന്ന് പറയുക. നാലാമത്തത് ആദ്യം തുമ്മിയയാൾ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് തിരിച്ചു പറയുക. അഥവാ തുമ്മിയ ആൾക്ക് 2 ദിക്റുകളാണുള്ളത്. ഒന്ന് അൽഹംദുലില്ലാ, രണ്ടാമത്തേത് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. കേൾക്കുന്നയാൾക്കോ ഒരു ദിക്റാണുള്ളത്. ഏതാണത്? യർഹമുക്കല്ലാ എന്ന ദിക്ർ. ഇതാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 7ാമത്തെ മര്യാദ അദബുത്തസാഉബ്. അദബുത്തസാഉബ്, അത്തസാഉബ് എന്ന് പറഞ്ഞാൽ കോട്ടുവായ എന്നാണ് അർത്ഥം. കോട്ടുവായ, വായ തുറന്നു പിടിക്കുക, അതിനാണ് അത്തസാഉബ് എന്ന് പറയുക. ഷെയ്ഖ് പറഞ്ഞു 7ാമത്തേത് റുദ്ദത്തസാഉബ മസ്തതഅത വഅംസിക് ബിയദിക അലാ ഫീക വലാ തഖുൽ ആഹ് ആഹ്. റുദ്ദത്തസാഉബ, കോട്ടുവായയെ പിടിച്ചു നിർത്തുക. മസ്തതഅത, നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ. വഅംസിക് ബിയദിക അലാ ഫീക, നിന്റെ കൈകൊണ്ട് നിന്റെ വായ മുറുകി പിടിക്കുക. വലാ തഖുൽ, നീ പറയരുത് ആഹ് ആഹ് എന്ന് പറയരുത്. കോട്ടുവായ എന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാം, അല്ലാഹു തആല തുമ്മൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ അതേ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയക്റഹു തസാഉബ, തസാഉബിനെ, കോട്ടുവായയെ അള്ളാഹു വെറുക്കുന്നു. അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് കോട്ടുവായ എന്നുള്ളത്. കാരണം മറ്റൊരു ഹദീസിൽ കാണാം, അത്തസാഉബു മിനശ് ശൈത്താൻ, കോട്ടുവായ എന്നുള്ളത് പിശാചിൽ നിന്നുമാണ്. അഥവാ പിശാചിൻ്റെ വസ്വാസിൽ നിന്നാണ്, പ്രേരണയിൽ നിന്നാണ് കോട്ടുവായ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കോട്ടുവായ ഇട്ട ഒരാൾ ഒരിക്കലും ഉന്മേഷവാനായി തീരുകയില്ല. കോട്ടുവായ ഇട്ടാൽ എന്താ ചെയ്യുക? പൊതുവെ ക്ഷീണവും തളർച്ചയും ഉറക്കവും വരും. അത് കോട്ടുവായയുടെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണത്? മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നാണ്. അങ്ങനെ മനുഷ്യനെ നന്മയിൽ നിന്നും തടയുക, അകറ്റുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് തന്നെ
കോട്ടുവായ പിശാചിൽ നിന്നുമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഫഇദാ തസാഅബ അഹദുക്കും, നിങ്ങളിലൊരാൾ കോട്ടുവായ ഇടുകയാണെങ്കിൽ, നിങ്ങളിൽ ഒരാൾക്ക് കോട്ടുവായ വരികയാണെങ്കിൽ ഫല്യറുദ്ദഹു മസ്തതഅ, അയാൾ സാധിക്കുന്ന രൂപത്തിൽ അതിനെ തടഞ്ഞ് നിർത്തിക്കൊള്ളട്ടെ, പിടിച്ചു വെച്ചുകൊള്ളട്ടെ. ഫഇന്ന അഹദക്കും ഇദാ ഖാല ഹാ, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ കോട്ടുവായ ഇടുമ്പോൾ ഹാ എന്ന് ശബ്ദമുണ്ടാക്കിയാൽ ലഹിക ശൈത്താൻ, പിശാച് ചിരിക്കും, ശൈത്താൻ ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കോട്ടുവായയെ പിടിച്ചു നിർത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ആ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് ശൈഖ് ഇവിടെ പറഞ്ഞത് റുദ്ദ തസാഉബ മസ്തതഅത. ഇതിൽ 3 മസ്അലകളാണ് ഈ ഭാഗത്തുള്ളത്, 3 കാര്യങ്ങളാണ് ശൈഖ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തേത് റുദ്ദ തസാഉബ മസ്തതഅത, കോട്ടുവായയെ സാധിക്കുന്ന രൂപത്തിൽ നീ പിടിച്ചു വെക്കുക, തടഞ്ഞു വെക്കുക. തസാഉബ് എന്ന് പറഞ്ഞാൽ, കോട്ടുവായ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആവിയിടുക എന്നൊക്കെ പറയാറുണ്ട്. അഥവാ വായയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു കാറ്റാണത്, അതിനാണ് കോട്ടുവായ എന്ന് പറയാം. അപ്പം അതിനെ പിടിച്ചു നിർത്തണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. എങ്ങനെയാണ് പിടിച്ചു നിർത്തേണ്ടത്? അതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ളത് വായ കൊണ്ട് തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. വായ കൊണ്ട് തന്നെ ഇത് വരുമ്പോൾ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വായ കൊണ്ട് പിടിച്ചു നിർത്തുക? താഴെ ചുണ്ട്, അതിൻ്റെ മുകളിൽ മേലെ ചുണ്ട് അമർത്തി വെച്ചാൽ അതിനെ പിടിച്ചു വെക്കാൻ സാധിക്കും. ഇപ്പോൾ കോട്ടുവായി വരുന്ന സമയത്ത് ഇതിങ്ങനെ അമർത്തി വെച്ചാൽ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. ഈ കാറ്റ് പുറത്തേക്ക് പോവുകയില്ല. ആദ്യത്തെ പടി അതാണ്. വായ കൊണ്ട് തന്നെ, അഥവാ കൈ ഉപയോഗിക്കാതെ വായ കൊണ്ട് തന്നെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പടി. രണ്ടാമതായി ഷെയ്ഖ് പറഞ്ഞു വഅംസിക് ബിയദിക അലാ ഫീക, ഇനി അതിനെക്കൊണ്ട് ഒരാൾക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല, കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക, എല്ലാ സമയത്തും പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല, വായ കൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ എന്തു വേണം? നിൻ്റെ കൈ കൊണ്ട് നിൻ്റെ വായ നീ അമർത്തി പിടിക്കുക, അഥവാ വായൻ്റെ മുകളിൽ കൈവെക്കുക. ഇത് പുറത്തേക്ക് പോവാതിരിക്കാനുള്ള പണിയെടുക്കുക എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇദാ തസാഅബ അഹദുക്കും ഫല്യുംസിക് ബിയദിഹി അലാ ഫീഹി, നിങ്ങളിൽ ഒരാൾ കോട്ടുവായ ഇടുകയാണെങ്കിൽ അയാളുടെ കൈ കൊണ്ട് അയാളുടെ വായ പിടിച്ചുകൊള്ളട്ടെ. അംസിക് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൈന്ന ശൈത്താന യദ്ഖുൽ, തീർച്ചയായും പിശാച് കോട്ടുവായ ഇടുന്ന സമയത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്ന ഹദീസാണിത്. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. കോട്ടുവായ കൈ കൊണ്ട് പിടിച്ചു നിർത്തുമ്പോൾ ഏത് കൈ ഉപയോഗിക്കണം എന്നതിൽ ചർച്ചയുണ്ട്. വലത് കൈ ഉപയോഗിക്കാൻ പറ്റുമോ, അതല്ല ഇടത്തെ കൈയാണോ? അതിൽ വല്ലാഹു അലം ഇടത് കൈയാണ് അതിന് ഏറ്റവും അനുയോജ്യം എന്നതാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതും പുറം ഭാഗമാണ് ഉപയോഗിക്കേണ്ടത് എന്നുമാണ്. അപ്പോൾ വലത് കൈ കൊണ്ട് വായ പൊത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോട്ടുവായ ഇട്ടാൽ ഒരു പക്ഷേ ഉമിനീര് അതല്ലെങ്കിൽ അങ്ങനെ നനവ് കയ്യിലാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ തുമ്മുമ്പോൾ വലത് കൈ അതല്ലെങ്കിൽ കൈകളിൽ ഉമിനീരോ അതുപോലെയുള്ള എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ വേറെ ആൾക്ക് കൈ കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രയാസമില്ലാതിരിക്കാൻ നല്ലത് ഇടത് കൈ ഉപയോഗിക്കലാണ്. അതും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പുറം ഭാഗം കൊണ്ട് പൊത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു മര്യാദയാണ്. ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് കിട്ടിയത് വലത്തേ കൈയാണ്, അതല്ലെങ്കിൽ ഇടത്തേ കൈൻ്റെ ഉൾഭാഗമാണ്, അതല്ലെങ്കിൽ ഉൾഭാഗമാണ് എന്നതുകൊണ്ട് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അബദ്ധം ചെയ്തു
എന്ന് പറയേണ്ടതില്ല. ഒരു മര്യാദയിൽപ്പെട്ടതാണ്. ഇത് നല്ല ഒരു മര്യാദയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് പൊത്തിപ്പിടിക്കാൻ പറഞ്ഞു. അത് സഹോദരങ്ങളെ നിസ്കാരത്തിലായാൽ പോലും കോട്ടുവായ പിടിച്ചു നിർത്തണമെന്നാണ്. ഹദീസിൽ കാണാം, അത്തസാഉബു ഫിസ്സലാത്തി മിനശ് ശൈത്താൻ, നിസ്കാരത്തിൽ കോട്ടുവായ വരിക എന്നുള്ളത് പിശാചിൽ നിന്നുമാണ്. ഫഇദാ തസാഅബ അഹദുക്കും ഫൽയഖ്ദിം മസ്തതാഅ, നിസ്കാരത്തിൽ ഒരാൾക്ക് കോട്ടുവായ വന്നാൽ അയാൾ സാധിക്കുന്ന രൂപത്തിൽ അതിനെ അടക്കി നിർത്തിക്കൊള്ളട്ടെ. നിസ്കാരത്തിൽ ഫൽയഖ്ദിം, പിടിച്ചു വെക്കട്ടെ എന്നാണ്, അമർത്തി വെക്കുക എന്നുള്ളതാണ്. ഒരു നിലക്കും കോട്ടുവായ പുറത്തേക്ക് വരാതിരിക്കാനുള്ള പണിയെടുക്കുക എന്നുള്ളതാണ്. വൽകാദിമീനൽ ഗൈദ് ഖുർആനിൽ കാണാം, മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ രോഷം പിടിച്ചു വെക്കും, അടക്കി വെക്കുമെന്നുള്ളതാണ്. അതിൽ രോഷം, ദേഷ്യം അത് ഒരു നിലക്കും പുറത്തേക്ക് വരാതെ സൗമ്യമായ ക്ഷമയോടുകൂടി നല്ല സ്വഭാവത്തിൽ പെരുമാറുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രയോഗിച്ചത്. ഫല്യഖ്ദിം, അത്രയും സൂക്ഷ്മമായി ഏറ്റവും നല്ല രൂപത്തിൽ പിടിച്ചു വെക്കണമെന്നാണ്. ഒരു നിലക്കും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. സഹോദരങ്ങളെ, ഇത് പലപ്പോഴും പല ആളുകളും അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, കോട്ടുവായ ഇടുമ്പോൾ ഇപ്പോൾ നിസ്കാരത്തിൽ ആയാൽ കൂടി അങ്ങനെ തുറന്നു വിടുന്നുണ്ടാവും. കോട്ടുവായ തല പൊന്തിച്ചിട്ട് ചിലപ്പോൾ തല ബാക്കിലേക്ക് പോകും. ആ രൂപത്തിൽ കോട്ടുവായ ഇടുന്ന ആളുകളുണ്ട്. അറിയാഞ്ഞിട്ടാണോ അതല്ല ശീലമായതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലാഹു അലം. ഏതായിരുന്നാലും അത് തിരുത്തേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉള്ള കാര്യമാണ് പിടിച്ചു നിർത്തണം എന്നുള്ളത്. അപ്പം അതിൻ്റെ പ്രശ്നം ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഫൈന ശൈത്താന യദ്ഖുൽ, പിശാച് പ്രവേശിക്കും. പിശാച് നിസ്കാരത്തിലെ ഖുശൂഅ് ഇല്ലാതാക്കും, നിസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിക്കും, വസ്വാസ് ഉണ്ടാക്കും, പല രൂപത്തിലുള്ള പണിയും പിശാചെടുക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മൂന്നാമത്തെ മസ്അല ഷെയ്ഖ് പറഞ്ഞു, വല തഖുൽ ആ ആ, കോട്ടുവായിടുമ്പോൾ ആ ആ എന്ന് ശബ്ദമുണ്ടാക്കരുത്. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്, പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. ആദ്യം നമ്മൾ കേട്ട ഹദീസിൽ ഇദാ ഖാല ഹാ, ഒരാൾ ശബ്ദമുണ്ടാക്കിയാൽ ലഹിക ശൈത്താൻ, ശൈത്താൻ ചിരിക്കും. ശൈത്താനെ ചിരിപ്പിക്കാൻ പറ്റുമോ? ശൈത്താനെ തൃപ്തിപ്പെടുത്തിയതിലാണ് അവൻ ചിരിക്കുന്നത്. കാരണം ഇയാളെ കിട്ടി എന്ന അർത്ഥത്തിലാണ്. ആ എന്ന് ശബ്ദമുണ്ടാക്കരുത്. അത് ഈ പറഞ്ഞതുപോലെ നിസ്കാരത്തിൽ വരെ ഹാ എന്നുള്ള ഒച്ച ഉണ്ടാവും. നിസ്കാരത്തിൽ വരെ ശബ്ദമുണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് സഹോദരങ്ങളെ ഒന്നല്ലെങ്കിൽ വായ കൊണ്ട് തന്നെ പിടിച്ചു വെക്കുക, അതല്ലെങ്കിൽ കൈ ഉപയോഗിക്കാം. കൈ ഉപയോഗിച്ച് പോലും കോട്ടുവായയെ തടഞ്ഞു നിർത്തുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കണം, വളരെ അപകടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഏറ്റവും നല്ല മര്യാദ പഠിപ്പിച്ചു തന്നിട്ട്, സംരക്ഷണമായി പറഞ്ഞു തന്നിട്ട് അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പല ആളുകളും ഈ പറഞ്ഞ മര്യാദകൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ കോട്ടുവായിടുന്നുണ്ടാവും, വായ ഒന്നായിട്ട് തുറന്നു നോക്കുന്നുണ്ടാവും. നിസ്കാരത്തിലായാലും അല്ലാത്തപ്പോഴും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത പല ആളുകളും, ധാരാളക്കണക്കിന് ആളുകളെ കാണാം. ഒന്നോ രണ്ടോ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. ശ്രദ്ധിക്കണം എന്നത് പറഞ്ഞു കൊടുക്കുക. ആ ഹദീസ് നമ്മൾ കാണാതെ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. കോട്ടുവായിടുമ്പോൾ ഒറ്റയടി കൊടുക്കരുത്. അത് ഒരാൾക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തുമ്മൽ, കോട്ടുവായ, ഇതൊക്കെ മനുഷ്യൻ്റെ പ്രകൃതിയിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായി വരുന്ന കാര്യമാണ്. ഒന്ന് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്, രണ്ടാമത്തത് പിശാചിൽ നിന്നുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യുക്തിപൂർണമായ തീരുമാനങ്ങളാണ്, സൃഷ്ടിപ്പാണ് അവൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ള യുക്തിയും അതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളും അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. നമ്മെ സൃഷ്ടിച്ച നമുക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യമെന്ന്
ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നിശ്ചയിച്ചത്. എന്നിട്ട് അതിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന മര്യാദയും അവിടുന്ന് അള്ളാഹു അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും ഇതുപോലെയുള്ള സൂക്ഷ്മതയും സുരക്ഷിതത്വവും നേടിയെടുക്കാനും അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാവുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ഇമാമിങ്ങൾ അറിയിച്ചു തന്ന യുക്തികളും അതല്ലാത്തതും അതിൻ്റെ പിന്നിലുണ്ട്. എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതുപോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ പ്രായമുള്ളവരുണ്ടാകും, വയസ്സായ പ്രായമുള്ളവരൊക്കെ ഈ വിഷയം തീരെ ശ്രദ്ധിക്കാത്തവരാണ്. കൂട്ടുവായിടുമ്പോൾ ആ എന്നുള്ള ശബ്ദം 4 വീട് അപ്പുറത്ത് വരെ കേൾക്കും. ആ രൂപത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് കൂട്ടുവായ ഇടാറുള്ളത്. ശീലമായി പോയത് കൊണ്ടായിരിക്കാം. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് കൂട്ടുവായിടുമ്പോൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കണമെന്നുള്ളതാണ്. കൂട്ടുവായിടുമ്പോൾ എന്ന് ശബ്ദം ഉണ്ടാക്കണം എന്നതാണ് ചില ആളുകൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ചില കുട്ടികൾ അതുപോലെ ചെയ്യുന്നതായി കാണാം. അപ്പോൾ ചോദിച്ചാൽ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ കുട്ടി വിചാരിച്ചെന്താ ഇതാണ് അതിൻ്റെ സുന്നത്ത് എന്നാണ്. ഇതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്നായിരിക്കും സാധു തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക. കോട്ടുവായിടുമ്പോൾ നല്ല നീട്ടി എന്ന് പറയണം എന്നായിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. അത് സഹോദരങ്ങളെ എത്ര ഗുരുതരമായ അപകടമാണ്. പൊതുവേ അതൊരു മര്യാദയിൽപ്പെട്ടതല്ല. ഇപ്പോൾ 4 ആളിരിക്കുന്ന ഒരു സദസ്സിൽ ഒരാൾ വായ തുറന്ന് കോട്ടുവായിടുക എന്നുള്ളത് ഒരിക്കലും അനുയോജ്യമല്ല. എന്നിട്ട് അതിൻ്റെ കൂടെ ശബ്ദവും കൂടി പുറപ്പെടുവിക്കുക എന്നുള്ളത് തീരെ ശരിയല്ല. അത് സാധാരണ ഈ ഇസ്ലാമിക നിയമങ്ങളൊന്നും കേൾക്കാത്ത പഠിച്ചിട്ടില്ലാത്ത ഒരാൾ വരെ അവിടെ ശ്രദ്ധിക്കും. ചില ആളുകൾ കണ്ടില്ലേ, തുമ്മിക്കഴിഞ്ഞാൽ വളരെ പ്രയാസം തോന്നും. ആ സമയത്ത് കുറേ ആളുകൾ വലിയ വലിയ ആളുകൾക്ക് മുന്നിൽ തുമ്മിപ്പോയല്ലോ എന്ന കുറ്റബോധം ചില ആളുകൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ചുമ, കൂട്ടുവായ, ഇതൊക്കെ അത്തരം സന്ദർഭങ്ങളിൽ വരെ അവർ അതിനെ ഒരു മോശമായ കാര്യമായി അതല്ലെങ്കിൽ 4 ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ പാടില്ലാത്തൊരു മര്യാദയായി കാണുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതല്ല വിഷയം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മര്യാദയാണിത്, പഠിപ്പിച്ചു തന്ന മര്യാദയാണിത്. അതിലൂടെ നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാം. അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, യർഹമുക്കല്ലാ എന്ന് തിരിച്ചു പറഞ്ഞാൽ, യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് കൂലി കിട്ടും. മാത്രമല്ല അതൊക്കെ പ്രാർത്ഥനയുമാണ്. അതേപോലെ തന്നെ കോട്ടുവായയുടെ വിഷയവും, കോട്ടുവായിടുമ്പോൾ പിടിച്ചു നിർത്തുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. അവിടുന്ന് കൽപ്പിച്ച കാര്യം അനുസരിക്കുക എന്നുള്ള കാര്യമാണത്. അതുപോലെ തന്നെ എന്ന് പറയാതിരിക്കുക എന്നുള്ളതും അവിടുത്തോടുള്ള അനുസരണമാണ്. ആര് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചുവോ ഫഖദ് അതാ അല്ലാഹ്, അവൻ അള്ളാഹുവിനാണ് അനുസരിക്കുന്നത്. ഇത് ചെറിയ കാര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ചെറിയ കാര്യമല്ല, മറിച്ച് വലിയ കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഒരു മസ്അല നമുക്ക് കാണാം. കോട്ടുവായിടുമ്പോൾ ചില ആളുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാറുണ്ട്. കോട്ടുവായിടുമ്പോൾ അങ്ങനെ ഒരു ദിക്ർ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ചില ആളുകൾ അതിന് തിരിച്ചു ചോദിക്കാറുണ്ട്, അത്തസാഉബു മിനശ് ശൈത്താൻ എന്നല്ലേ, പിശാചിൽ നിന്നാണല്ലോ കോട്ടുവായ ഉണ്ടാകുന്നത്, പിശാചിൽ നിന്ന് കാവലിനെ തേടലാണല്ലോ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതിനുള്ള മറുപടി, ഈ ഇസ്തിആദയും ഇത് പിശാചിൽ നിന്നാണ് എന്നും പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അത് കേട്ടത് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സഹാബികളാണ്. അവരാരും ഇങ്ങനെ ചെയ്തിട്ടില്ല. കൂട്ടുവായ ഇട്ടപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പം അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാണിക്കാത്ത സ്ഥലത്ത് പ്രത്യേകമായി നമ്മൾ ഒരു ദിക്റോ അതല്ലെങ്കിൽ ഒരു ദുആഓ
ഒരു ചര്യയോ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പക്ഷേ ബിദ്അത്തിലേക്ക് വരെ എത്തിയേക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ടുവായെക്കുറിച്ച് ഇത്ര വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പിശാചിൽ നിന്നാണ്, പരമാവധി പിടിച്ചു വെക്കണം, കൈകൊണ്ട് തടഞ്ഞു നിർത്തണം, നിസ്കാരത്തിലായാൽ പോലും പിടിച്ചു നിർത്തണം എന്നൊക്കെ പറഞ്ഞു. ഹാ എന്ന് പറയരുത് എന്നുവരെ പറഞ്ഞു. ഇനി ഒരാളത് ചെയ്താൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം എന്ന് പറയാൻ അവിടത്തേക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ അത് അള്ളാഹു നിയമമാക്കിയിട്ടില്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വക ഒരു വ്യാഖ്യാനമോ എന്നിട്ടൊരു അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതോ അവിടെ ചേർക്കാൻ പാടില്ല. മറിച്ച് പറഞ്ഞത് ഇതാണ്: പിടിച്ചു നിർത്തുക, അതുപോലെ കൈകൊണ്ട് തടഞ്ഞു വെക്കുക, ശബ്ദമുണ്ടാക്കാതിരിക്കുക, ഹാ എന്ന ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസാമിൻ, എട്ടാമത്തെ മര്യാദ അദബുൽ മജ്ലിസ്. അദബുൽ മജ്ലിസ്, സദസ്സിൽ പാലിക്കേണ്ട മര്യാദ. സദസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിലധികം ആളുകൾ അതല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്തിനാണ് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിനാണ് മജ്ലിസ്, സദസ്സ് എന്നൊക്കെ പറയുക. ആ സ്ഥലത്ത് പാലിക്കാൻ ചില മര്യാദകളുണ്ട്. അസാമിൻ, എട്ടാമത്തേത് ശൈഖ് പറഞ്ഞു: ഇദൻതഹൈത ഇലാ മജ്ലിസിൻ ഫസല്ലിം വജ്ലിസ് ഹൈഥു യൻതഹി അൽ മജ്ലിസു വലാ തജ്ലിസ് ബൈന അശ്ശംസി വദ്ദില്ലി വലാ തുഫർരിഖ് ബൈന ഇത്നൈനി ഇല്ലാ ബിഇذനിഹിമാ വലാ തുഖിം അഹദൻ മിൻ മജ്ലിസിഹി വഫ്സഹ് ലിമൻ ദഖല വദ്കുരില്ലാഹ ഫീഹി വഅഖല്ലുഹു കഫാറതുഹു ഫതഖൂലു സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. 8 മസ്അലകളാണ് ഈ ഭാഗത്തുള്ളത്. 8 കാര്യങ്ങൾ അതിലുണ്ട്. ഇദൻതഹൈത ഇലാ മജ്ലിസിൻ ഫസല്ലിം, നീ ഒരു മജ്ലിസിൽ എത്തിക്കഴിഞ്ഞാൽ, ഒരു സദസ്സിൽ എത്തിക്കഴിഞ്ഞാൽ, ഫസല്ലിം, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി സലാം പറയുക, അവിടെയുള്ള ആളുകളോട് സലാം പറയുക. വജ്ലിസ് ഹൈഥു യൻതഹി അൽ മജ്ലിസു, എവിടെയാണോ നീ എത്തിച്ചേരുന്നത് നീ അവിടെ ഇരിക്കുക. വലാ തജ്ലിസ് ബൈന ശംസി വദ്ദില്ലി, വെയിലിനും തണലിനും ഇടയിൽ നീ ഇരിക്കരുത്. വലാ തുഫർരിഖ് ബൈന ഇത്നൈനി ഇല്ലാ ബിഇذനിഹിമ, 2 പേർ ഇരിക്കുകയാണെങ്കിൽ അവരുടെ സമ്മതപ്രകാരമല്ലാതെ അവരെ വേർപെടുത്തി അതിൻ്റെ ഇടയിൽ പോയി നീ ഇരിക്കരുത്. വലാ തുഖിം അഹദൻ മിൻ മജ്ലിസിഹി, ഒരാളെയും അയാളുടെ ഇരിപ്പിടത്തിൽ നിന്നും നീ എഴുന്നേൽപ്പിക്കരുത്. വഫ്സഹ് ലിമൻ ദഖല, പുതുതായി ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ സദസ്സിൽ സ്ഥലമുണ്ടാക്കി കൊടുക്കുക. വദ്കുരില്ലാഹ ഫീഹി, ആ മജ്ലിസിൽ, ആ സദസ്സിൽ നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. വഅഖല്ലുഹു, അതിലേറ്റവും ചുരുങ്ങിയത്, കഫാറതുഹു, കഫാറത്തുൽ മജ്ലിസ് അഥവാ സദസ്സ് പിരിയുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു ദിക്റാണ്. ഫതഖൂൽ, അഥവാ നീ ഇപ്രകാരം പറയുക: സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു. വഅതൂബു ഇലൈക്, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് 8 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് ശൈഖ് പറഞ്ഞു: ഇദൻതഹൈത ഇലാ മജ്ലിസിൻ ഫസല്ലിം, നീ ഒരു മജ്ലിസിലെത്തിക്കഴിഞ്ഞാൽ, ഒരു സദസ്സിലെത്തിക്കഴിഞ്ഞാൽ, ഫസല്ലിം, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി സലാം പറയുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു: ഇദൻതഹ അഹദുക്കും ഇലാ അൽ മജ്ലിസി ഫൽയുസല്ലിം, നിങ്ങളിൽ ഒരാൾ
ഒരു മജ്ലിസിൽ, ഒരു സദസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഫൽ യുസല്ലിം, അയാൾ സലാം പറഞ്ഞുകൊള്ളട്ടെ. എന്താണ് സലാം പറയേണ്ട രൂപം? മുന്നേ പഠിച്ചതാണ്. അസ്സലാമു അലൈക്കും, അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അതുമല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഒന്നാമത്തെ മര്യാദ ഇതാണ്. ഒരു സദസ്സിലേക്ക് നേരെ അങ്ങനെ ഇടിച്ചു കയറി പോയി ഇരിക്കരുത്, മറിച്ച് കയറുമ്പോൾ സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന ഇസ്ലാമിൻ്റെ അഭിവാദ്യം പറയുക എന്നുള്ളത് സദസ്സിൽ പാലിക്കേണ്ട മര്യാദയിൽ പെട്ടതാണ്. രണ്ടാമത്തെ മസ്അല വജ്ലിസ് ഹൈഥു യൻതഹി അൽ മജ്ലിസു, എവിടെയാണോ നിനക്ക് ഇരിപ്പിടം കിട്ടുന്നത്, ഇരിക്കാനുള്ള സ്ഥലം കിട്ടുന്നത്, നീ അവിടെ ഇരിക്കുക. ഒരാൾ കടന്നു വന്നു, എന്നിട്ട് അയാൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയത് 1, 2, 3 സഫിന് ശേഷമാണ് എന്ന് വിചാരിക്കുക. അയാൾ അവിടെ ഇരിക്കണം, അയാൾ അവിടെ ഇരിക്കണം. സഹോദരങ്ങളെ, ഷെയ്ഖ് പറഞ്ഞു വജ്ലിസ് ഹൈതു യൻതഹി അൽ മജ്ലിസു, എവിടെയാണോ നിനക്ക് ഇരിപ്പിടം കിട്ടുന്നത് നീ അവിടെ ഇരിക്കുക. അത് വിശദീകരിക്കേണ്ടതുണ്ട്. അഥവാ അറബികൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ വിട്ടുവിട്ടിരിക്കില്ല, അവർ അടുത്തടുത്തിട്ടാണ് ഇരിക്കാറുണ്ടായിരുന്നത്. ആ സമയത്ത് അതിനിടയിൽ കൂടി കടന്നു വരിക എന്നുള്ളത് മര്യാദയല്ല. ഇങ്ങനെ വിട്ടുവിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഒരാൾക്ക് നേരെ വന്നിട്ട് ഇവിടെ ഇരിക്കാം, കുഴപ്പമില്ല. ഒരാൾ വന്നിട്ട് ആ തൂണിൻ്റെ അടുത്ത് ഇരിക്കേണ്ടതില്ല. കാരണം സ്ഥലമുണ്ട്, നടന്നു വരാനും അതുപോലെ വന്നിരിക്കാനും സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നേരെ വന്ന് ഇവിടെ ഇരിക്കാവുന്നതാണ്, കുഴപ്പമില്ല. എന്നാൽ ചേർന്നിരിക്കുകയാണ്, സഫുകളിലാണുള്ളത്. ഇപ്പോൾ ജുമഅ നടക്കുന്ന ദിവസം, ഖുതുബയുടെ ദിവസം എല്ലാവരും സഫിലാണ് ഇരിക്കാറുള്ളത്. അപ്പം ആ സമയത്ത് ഒരാൾ വൈകി വന്ന് ഉള്ള ആൾക്കാരെ മുഴുവനും പിടിച്ചു മാറ്റി അവരുടെ കഴുത്തിന് ചവിട്ടി എന്നിട്ട് കടന്ന് മുന്നിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കുക എന്നുള്ളത് പാടില്ല. അത് വളരെ മോശമായ കാര്യമാണ്, അത് അപമര്യാദയാണ്, ആളുകളെ പ്രയാസപ്പെടുത്തലാണ്. അങ്ങനെ മുന്നിലിരിക്കണമെങ്കിൽ നേരത്തെ വന്ന് മുന്നിലിരിക്കുക. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് വരാനോ ഇരിക്കാനോ സൗകര്യമില്ലാത്ത വിട്ടുവിട്ടല്ലാതെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ്. ചേർന്നിരിക്കുമ്പോൾ അതിനിടയിൽ കൂടി കടന്നു വരാൻ പാടില്ല. അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ ഒരാൾക്ക് കടന്നു വന്ന് മുന്നിലോ അപ്പുറത്തെ സൈഡോ ഒക്കെ ഇരിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഇത് പ്രത്യേകിച്ച് നമ്മൾ വെള്ളിയാഴ്ച ജുമഅ ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യം ജുമഅ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ആളുകൾ പിടിച്ചു മാറ്റി അതിൻ്റെ ഇടയിൽ കൂടി കടന്നു വരുന്നത്. അത് ശരിയല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സദസ്സിൻ്റെ മര്യാദയിൽ പെട്ടതല്ല. അപ്പോൾ എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ആളുകളിൽ, അത് പ്രാവർത്തികമാക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.